ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് വിഷു സംക്രമത്തിനടുത്ത കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വിഷു കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. വിഷുവിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പോൾ വിഷു സംക്രമത്തിൻ്റെ അന്നാണ് ഇവിടെ വിഷു ആഘോഷിച്ചത്, അതായത് ഒന്നാം വിഷു. അപ്പോൾ വിഷു സംക്രമത്തിൻ്റെ അന്ന് ഞായറാഴ്ച ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ മാമന്മാരോടും മാമിമാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വിഷു ആഘോഷിക്കുകയല്ലേ. അപ്പോൾ രണ്ടാമത്തെ മാമി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കലത്തപ്പം. സാധാരണ കലത്തപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കറപ്പമാണ് കണ്ടിട്ടുള്ളത്. ഇത് ശരിക്കും ഒറിജിനൽ കലത്തപ്പം, വലിയ കലത്തിൽ ചുട്ടെടുത്തുണ്ടാക്കിയത് കേട്ടോ. ഇതാ കഷ്ണം മുറിച്ചിട്ട് കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ ചായക്ക് എല്ലാവരും കലത്തപ്പം ചായ കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഞങ്ങൾ വെച്ചത് പായസമാണ് കേട്ടോ. അമ്മ നല്ലൊരു പരിപ്പ് പായസം ഉണ്ടാക്കി. ഞങ്ങൾ രാവിലെ തന്നെ പയറൊക്കെ വറുത്തു റെഡിയാക്കി പായസം ആദ്യം വെച്ചു. പിന്നെ ചോറ് വെച്ചു, പിന്നെ സാമ്പാർ, പച്ചടി, വെള്ളരിക്ക പച്ചടി, പിന്നെ പയറ് തോരൻ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, വടക്കൻ മലബാറിൽ സദ്യേൻ്റെ ഒപ്പം നോൺ വെജും ഉണ്ടാവും. സദ്യേൻ്റെ കൂടെ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ചിക്കനോ മീനോ ഇല്ലാതെ ഒരു ചടങ്ങോ പാർട്ടിയോ ഉണ്ടാവില്ല കേട്ടോ. ചിക്കനും ഉണ്ടാവും, മീനും ഉണ്ടാവും. ഇപ്പോൾ എനിക്കും അതൊരു ശീലമായി. അങ്ങനെ ഞങ്ങൾ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി. മാമന്മാരും മാമിമാരൊക്കെ വന്നു, അവരൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും രണ്ടാമത്തെ മാമിയും പ്രസാദേട്ടനും കൂടെ ഒരുമിച്ചിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചത്. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 3-3:30 അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവരിരുന്നു. പിന്നെ ഒരു 4-4:30, 5 മണിയായപ്പോൾ എല്ലാവരും പോയിട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 7-7:30 ആയപ്പോൾ ചെറിയ മാമനും മാമി മക്കളും വന്നിട്ടോ, നമ്മുടെ മീനൂട്ടിയമ്മും. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ പടക്കം പൊട്ടിക്കാൻ ഭയങ്കര ഒരു കൊതി. അപ്പോൾ പ്രസാദേട്ടൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ കേട്ടോ. പടക്കം പൊട്ടിക്കാൻ അവർ സമ്മതിക്കില്ല, കാരണം പേടിച്ചിട്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഏതായാലും പടക്കം പൊട്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രസാദേട്ടനും അമ്മയും എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പടക്കം പൊട്ടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണ് കേട്ടോ. കാരണം വലിയ വലിയ കടലാസ് കീറിയിട്ട് അത് നല്ല ചുരുട്ട് പോലെ നീളത്തിലാക്കിയിട്ട് അതിൻ്റെ തുമ്പത്ത് തീ കത്തിച്ചിട്ട് എന്നിട്ടാണ് കേട്ടോ പടക്കത്തിന് തിരി കൊളുത്തുന്നത്. അപ്പോൾ ഭയങ്കര ധൈര്യമാണ് പ്രസാദേട്ടൻ. ഞങ്ങളൊക്കെ പേടിപ്പിക്കും, പക്ഷേ പ്രസാദേട്ടൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. സത്യത്തിൽ പടക്കം പൊട്ടിച്ചിട്ട് ഓരോ അപകടങ്ങൾ പറയണ കേട്ടില്ലേ, കൈയറ്റു, കാലറ്റു, കണ്ണ് പോയി, കൈ പോയി എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അതാണ് ഇങ്ങനെ പൊട്ടിക്കുന്നത് കേട്ടോ, അല്ലാതെ പേടിച്ചിട്ടല്ല. അതെന്താ അതിന് തീയൊന്നും പിടിച്ചില്ല. പിടിച്ച് ഭഗവാനെ, എന്താ അത്? പിടിക്ക്, തലയിലാണ്ടൊന്ന് പൂവും വെക്കുള്ളൂ. ലെവല് തെറ്റിയതുള്ളൂ എന്നാണ് അറിയാതെ. എന്നാ കളിക്കണേ? അതാ ഒരു കമ്പിത്തിരി കത്തിക്കാനാവൂല. ഞാനതാ തീപ്പെട്ടി തീർന്നു. ഈ ബോർഡ് അനുഗ്രഹിച്ചു. തെമ്പ് കത്തിക്കടോ. കടലാസിങ്ങ അടിക്കണം. അത് തീർന്നതിന് കൂട്ട് ഒന്നും വെച്ചു കൊടുക്കും. അതന്നെ 2 കത്തിച്ച് ഞാൻ കത്തിക്കൂല. ഫോട്ടോ എടുക്കുവനെ വെച്ചു. അത് ചൂടായിട്ട് കർമ്മം ചെയ്യുന്ന അടിയൊന്നും കാലം പോകാനല്ലോ ഒന്നല്ലേ പോകാൻ എവിടെ കത്തിക്കടെ? പൊട്ടിത്തെറി
അത് പണ്ടാണ് കാരിക്കോളാം അമ്മേ അങ്ങോട്ട് ബേക്കോട്ട് പോടെ അമ്മ കാരിക്കോ ഓളൊന്ന് അങ്ങനെ വെച്ചിട്ടുണ്ട് കത്ത് തിരിയങ്ങ മേലിയുള്ള പൊട്ടത്തി അതാ അതതിന്റെ അപ്പുറമുള്ള കുറച്ച് ബാങ്ക് പോയില്ല അതിന്റെ മേലെ അല്ല പൊന്നെ അത് മാത്രം നേരെ പോയി ഓന് ചടകം പൊട്ടിച്ചിട്ട് ഒരു കണ്ണം കൂട്ടിപ്പോയെ ചടകം പൊട്ടിച്ചു കൊടുക്കുന്നതിന് എന്നിട്ട് ചോറ് തിന്നിരുന്ന് അവിടെ തട്ടൂല ഫോട്ടോ എടുക്കുന്നു ആ ഞാൻ വിട്ടാ നിക്കണേ ഞാൻ ഇതിനോട് പായ ഇങ്ങനെ പേടിച്ച് വിറച്ച് പടക്കം പൊട്ടിക്കുന്ന ഭീകര ദൃശ്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ മാത്രമേ കാണുള്ളൂ. കാരണം എല്ലാവർക്കും നല്ല ധൈര്യം ഉള്ളതുകൊണ്ട്. എല്ലായിടത്തുനിന്നും പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടാട്ടോ അച്ഛൻ പടക്കം പൊട്ടിക്കാൻ പറഞ്ഞത്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അമ്മ പൂത്തിരി കത്തിച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവർ ചെറിയ മക്കളായിരുന്നപ്പോഴാണ് പടക്കം പൊട്ടിച്ചിരുന്നത്. പിന്നെ ഇവരൊക്കെ വലിയതായപ്പോൾ പടക്കം പൊട്ടിക്കലൊന്നും ഇല്ലായിരുന്നു അത്രേ. ഏതായാലും ഞാൻ വന്നപ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചില്ലേ. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചിട്ടും നമ്മളങ്ങോട്ട് ആഘോഷിക്കുക. ആഘോഷങ്ങളൊക്കെ നമ്മൾ എന്തിനാ ആഘോഷിക്കാതെ നിൽക്കണല്ലേ. അങ്ങനെ ഒരുപാട് നേരം പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും പിന്നെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാട്ടോ അവർ തിരിച്ചു പോയത്. എല്ലാവരും വിഷു ആശംസകൾ പരസ്പരം നേർന്നിട്ട് വിഷുവൊക്കെ ആഘോഷിച്ചിട്ട് തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിഷു തലേന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഹാപ്പി വിഷു.